ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ച് 4 പേർ മരിച്ചു. 59 പേർക്ക് പരിക്കേറ്റു. പരസ്യ ബോർഡിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന 67 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകും. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഇത് നമ്മൾ സാധാരണഗതിയിൽ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കൂറ്റൻ പരസ്യ ബോർഡ് ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന് മുകളിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ആളുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? എന്താണ് ഔദ്യോഗിക വിശദീകരണം സർക്കാരിൽ നിന്നുണ്ടാകുന്നത്? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 4:30 ശക്തമായ കാറ്റിൽ ഈ പരസ്യ ബോർഡ് തകർന്നു വീഴുന്നത്. ഘാട്ട്കോപ്പറിൽ ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള കൂറ്റൻ പരസ്യ ബോർഡാണ്. സാധാരണഗതിയിൽ കോർപ്പറേഷൻ നൽകുന്ന അനുമതിയേക്കാൾ ഏറെ വലുപ്പത്തിലുള്ള ഒരു പരസ്യ ബോർഡാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം ഈ പരസ്യ ബോർഡിന് ഇത്തരത്തിലൊരു പരസ്യ ബോർഡ് അവിടെ സ്ഥാപിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഈഗോ മീഡിയ എന്ന കമ്പനിയാണ് ഈ പരസ്യ ബോർഡ് സ്ഥാപിച്ചത്. അവർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുമുണ്ട്. 2 ദിവസം മുമ്പ്, ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് പോലും കോർപ്പറേഷൻ ഒരു നോട്ടീസ് ഈ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു എന്ന വിവരം കൂടി വരുന്നു. ഏതായാലും ഈ മേഖലയിൽ ഇപ്പോഴും രക്ഷാദൌത്യം തുടരുകയാണ്. NDRFന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായും രക്ഷാദൌത്യം നടക്കുന്നത്. വലിയ ക്രെയിനുകളും ഒപ്പം തന്നെ ഇരുമ്പ് കട്ടറുകളും ഒക്കെ എത്തിച്ചുള്ള രക്ഷാദൌത്യം. ഇതുവരെ 67ലേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് NDRF പറയുന്നു. ഇനിയും കുറച്ചുപേർ കൂടി അതിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ 4 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അടക്കമുള്ളവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. മുംബൈ നഗരത്തിൽ ഇതുപോലെയുള്ള പരസ്യ ബോർഡുകളുടെ ആകെ ഒരു ഓഡിറ്റിംഗ് നടത്താൻ കൂടി ഇപ്പോൾ കോർപ്പറേഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ സഹായവും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സയും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രക്ഷാദൌത്യം ഈ മേഖലയിൽ തുടരുകയാണ്. ഇതുപോലെ മുംബൈയിലെ വഡാലയിലും ഇന്ന് ഒരു വലിയ ഇരുമ്പ് സ്ട്രക്ചർ തകർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. 10ലേറെ വാഹനങ്ങൾ അവിടെ തകരുകയും ചെയ്തിരുന്നു. ശ്രീനാഥ്, അവിടെ ഈ പൊടിക്കാറ്റും മഴയും ഒക്കെ ഇന്ന് രാവിലെ ഉച്ച മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ടോ? ഈ ജനജീവിതം തടസ്സപ്പെടുന്ന തരത്തിലേക്ക് മുംബൈയിൽ പലയിടത്തുനിന്നും അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നല്ലോ ഉച്ചയോടുകൂടി തന്നെ. വിജയകുമാർ, ഉച്ചവരെ മുംബൈയിൽ വളരെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3 മണിയോടെ പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും മുംബൈയിൽ മാത്രമല്ല താനെയിലടക്കം റായ്ഗഡ് ജില്ലയിലടക്കം കനത്ത മഴ പെയ്യുകയും, പക്ഷേ മഴയ്ക്കൊപ്പം എത്തിയ പൊടിക്കാറ്റാണ് കൂടുതൽ ദുരിതം വിതച്ചത്. മുംബൈയിലെ തന്നെ വിവിധ ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ നമ്മൾ നൽകിയതാണ്. വലിയ പൊടിക്കാറ്റ് മേഖലയിൽ ആകെ ഉണ്ടായി. ജോഗേശ്വരിയിൽ നിന്ന് വന്ന ഒരു CCTV ദൃശ്യം മാത്രം നമ്മൾ മുന്നിൽ ഉണ്ട്. അതിൽ വ്യക്തമായി കാണാം കുട്ടികളൊക്കെ തന്നെ മഴ ആസ്വദിക്കാൻ വേണ്ടി പുറത്തേക്ക് നിൽക്കുമ്പോൾ വലിയ കാറ്റ് വീശുന്നതും മരം അവർക്ക് നേരെ വീഴുന്നതും അവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ ഒരു ഓട്ടോയ്ക്ക് മുകളിലേക്ക് ആ തെങ്ങ് വീഴുകയും ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമാന രീതിയിലുള്ള വിവരങ്ങളാണ് പിന്നീട് പല മേഖലകളിൽ നിന്നും വന്നത്. അതായത് മുംബൈ നഗരത്തിലാകെ ഈ ശക്തമായ പൊടിക്കാറ്റ് വീശി, അതാണ് വലിയ ദുരന്തം. വിവിധ മേഖലകളിലായി വിവിധ തരത്തിൽ മരങ്ങൾ വീണും വലിയ ബോർഡുകൾ വീണും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഘാട്ട്കോപ്പറിൽ ഉണ്ടായത്. വഡാലയിലും ഒരു വൻ ദുരന്തം ഒഴിഞ്ഞുപോയി. ഒരാൾക്ക് മാത്രമാണ് അവിടെ പരിക്കേറ്റത്. പക്ഷേ കൂടുതൽ പേരുണ്ടായിരുന്നു. പെട്ടെന്ന് ഓടിമാറാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ വലിയൊരു ദുരന്തം ഒഴിവായിപ്പോയത്. പക്ഷേ 10ലേറെ വാഹനങ്ങൾ തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, യെസ്, ഘാട്ട്കോപ്പറിലാണ് ഈ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ച് 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അവിടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 67 പേരാണ് പരസ്യ ബോർഡിനടിയിൽ കുടുങ്ങിക്കിടന്നത്. അതിൽ പലരെയും രക്ഷപ്പെടുത്തി. പലരുടെയും പരിക്ക് ഗുരുതരമാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്.